തന്നെ ആണെന്ന് തോന്നുന്നു. മുട്ടിയാലോ? ചേട്ടാ ഈ പള്ളിയിലോട്ടുള്ള വഴി ഏതാ? നേരെ അങ്ങോട്ട്. അപ്പൊ ഷാപ്പി വഴിയായിരിക്കും. കണ്ടറിയില്ലേ? നല്ല മനുഷ്യനാ. എഴുതിക്കോ, മനു ജോസഫ്. ആ, മനു ജോസഫിനെ എന്തായാലും പൊക്കണം. മനു ജോസഫ്. കാലിക്കറ്റിന്റെ രാജീവ്. ശുക്കൂറേ, എതിർ ക്യാമ്പിന് വിവരങ്ങളാരോ ചോർത്തി കൊടുക്കുന്നുണ്ടോന്നൊരു സംശയമാണ്. നമുക്ക് യൂണിവേഴ്സിറ്റി താരങ്ങളെ നോട്ടെന്ന് അവന്മാര് പറഞ്ഞിട്ടുണ്ട്. അന്നൊരു അബദ്ധം പറ്റിയത് ശരിയാ ജിമ്മി. നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ? നമുക്ക് അറിയാലോ കരളെ. ജിമ്മി ചേട്ടാ പോയിച്ചോന്ന്. എവിടെ? ആ കള്ളിച്ചാപ്പിലുണ്ട്. കള്ളിഷാപ്പില്? കോച്ചായിട്ട് എത്ര വർഷമായി? ഒരു 5-8 വർഷമായി കാണും. ഓ, കേരളത്തിലാ? പുറത്തായിരുന്നു. പുറത്തെവിടെ? പുറത്ത്. ഓ, അവിടെ ആയിരുന്നോ? ആ, കുറെ നേരമായല്ലോ പ്രതി പോലെ ഇരിക്കുന്നേ. എന്നെ അയാസിന്റെ സുഖം വല്ലതും ഉണ്ടോ? ഉണ്ടാ ചേട്ടാ ഓരോ കുപ്പി കള്ളു കൊടുത്തേ. ഒരു ഇപ്പം ഞാനും മേടിച്ചോട്ടെ. പറഞ്ഞു. ഒരു ഇപ്പം എനിക്ക് കൊടുത്തോ? നല്ല ബെസ്റ്റ് ലാൻഡിങ്. ചേച്ചി, കോച്ച് വന്നിട്ടുണ്ട്. എടാ ജോഷി, നീ പറഞ്ഞ നേരാ. ഇവിടെ മൊത്തം മണ്ടന്മാരാ. അവർക്കെന്നെ പിടികിട്ടിയിട്ടില്ല. ഇനി ഞാൻ നോക്കണം. ക്ലബ് മീറ്റിംഗ് തുടങ്ങാൻ പോവാ. കഴിഞ്ഞ് വെച്ച് വിളിക്കാം. മാറും. ഇരിയുന്നേ. ഓക്കെ, ഇതിനും പൊക്കം കുറവാ. ശരിയാക്കിയെടുക്കണേ നല്ല പണി പെടേണ്ടി വരും. അതിന് കളിക്കുന്ന ഇവരല്ല. ഇവരൊക്കെ ഞങ്ങള് ഫുള്ള് മാനേജർമാരാ. അല്ലടാ, ഈ പൈന്റും. അപ്പൊ കോച്ചന്റെ താര പുറത്തുനിന്ന് ഇറക്കുന്നവരാ ഈ യൂണിവേഴ്സിറ്റി താരങ്ങളെ. കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടു. ഞാനും കഴിച്ചിട്ടില്ല. എന്നാ ലേറ്റ് ആയത്? ഇയാളെ എന്നെ കോച്ചാൻ വന്നാണോ? ട്യൂൺ ചെയ്യേണ്ടി വരും. അല്ല, ഉള്ളില് ചുമക്കുന്ന അപ്പനെ. ചേട്ടൻ വന്നേ. മൊത്തം പേട നടക്ക് പോകൂലട്ടാ. ഇവരെ വേലി കിടന്ന് പാമ്പിന്റെ അടുത്ത് എവിടെയാ ക്യാമ്പ്? ക്യാമ്പ് കോർട്ടിന്റെ അടുത്താ സാറേ. നടന്നു പോകണം. വണ്ടി ഒന്ന് ഇറങ്ങി. എടാ, നമുക്ക് എന്തായാലും ഫൈനലിൽ തോറ്റു കൊടുക്കടാ. എന്തായാലും ജിമ്മിച്ചനെ കൊല കൊടുക്ക. എനിക്ക് വയ്യ. കൊലയുടെ കാര്യം പറഞ്ഞപ്പോളാ നല്ല നാടനാണല്ലോ. ഇയാൾ അലമ്പാണല്ലോ. ഹലോ, എന്താ? അല്ല, നാടൻ കൊല വോളിബോളിന് നല്ലതാണല്ലോ. അയ്യേ സാറേ, ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ്. ഇതാണോ ഗസ്റ്റ് ഹൗസ്? നല്ല ബംഗ്ലാവ് ഒന്നും കിട്ടിയില്ലേ? അല്ല, ഇവിടെ ഇപ്പൊ ഇതൊക്കെ ഉള്ളൂ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഭാർഗവ നിലയത്തിലോ? ഞാൻ ഒറ്റയ്ക്ക. സാറൊറ്റക്കല്ല, കളിക്കര് വരും. പിന്നെ ഞങ്ങളുണ്ടാവും. ഞങ്ങളെല്ലാരും അതൊന്നും പറ്റത്തില്ല. എനിക്ക് തന്ത്രങ്ങൾ മെനയുള്ളതാ. പ്രൈവസി വേണം. എ സി ഇല്ലേ വീട്ടിൽ? പാമ്പുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, ഞാൻ മുതലാളിച്ചേരുടെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് താമസിച്ചോളാം. സ്ട്രെച്ച്. കറലി വന്ന് നീടാ. ആ ജോഷിക്കുട്ടിനെ അവിടെ കിട്ടും. ഒരു ചുവന്ന വണ്ടി വരും. അതിലാ തെണ്ടി വരും. എണ്ണ തീർന്നോ? ഇപ്പൊ 20 രൂപ അടിച്ചാണല്ലോ. ചോർച്ചയുണ്ട് ഇനി. എന്താ പറ്റിയത്? എന്നെന്തിനാ കൊല്ലാൻ വരുന്നേ? ഇതാണോ പുലി? എടാ, അതിന് കളി തുടങ്ങിയിട്ടില്ല. അയാളത്തെ ഇഷ്ടമാരുടെ നമ്പർ വേറെ ഉണ്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ കൊടി കയറുക. അയാൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ രണ്ടിനെ കൊല്ലി ഞാൻ. എന്റെ അമ്മോ. നീ ഉണ്ടോ?
മൈക്ക് എനിക്കാണ്. ഞാൻ പറഞ്ഞ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞോളാം. നീ പറ. പ്രിയമുള്ള കായിക പ്രേമികളെ, നമ്മുടെ പ്രിയങ്കരനായ വട്ടത്തിൽ ബോസ്കോയുടെ സ്വന്തം ചെലവിൽ നടത്തിയ വെടിക്കെട്ടോടുകൂടി 26ാമത് വട്ടത്തിൽ മാത്തച്ചൻ സ്മാരക വോളിബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികളായ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പള്ളി കമ്മിറ്റി ട്രഷററെയും ടൂർണമെന്റ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മത്സരം തുടങ്ങുകയായി. സുഹൃത്തുക്കളെ, ചലഞ്ചേഴ്സ് അരവഞ്ചാലിന്റെ ചുണക്കുട്ടന്മാർ ഇതാ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, അള്ളിമൂലയുടെ മണ്ണിനെ പ്രകമ്പനം കൊള്ളിക്കാൻ ഗ്യാങ്സ് അള്ളിമൂല ടീം ഇതാ ഇറങ്ങുകയായി. ഇതാ ഗ്രാമവാസികൾ കാത്തിരുന്ന വോളിബോൾ മാമാങ്കം ഉദ്ഘാടനം ചെയ്ത SI ബിജു നമ്മുടെ കളിക്കാരെ ഇതാ പരിചയപ്പെടാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൂർണമെന്റിന് വേണ്ട മനോഹരമായ ഈ സ്റ്റേഡിയം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബോസ്കോ വട്ടത്തിൽ. ഈ മത്സരത്തിന് ആവശ്യമായിട്ടുള്ള ലൈറ്റും സൗണ്ടും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബോസ്കോ വട്ടത്തിൽ. ഈ ടൂർണമെന്റിന്റെ നെറ്റും ബോളും സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കണ്ണിലുണ്ണിയായ വട്ടത്തിൽ ബോസ്കോ. ഒരു പ്രത്യേക അറിയിപ്പ്. കഴിഞ്ഞ തവണ അലമ്പുണ്ടാക്കിയ കുമ്മത്തു മാത്തു, സോഡ ജോസ്, ഷാപ്പിലെ പാപ്പു എന്നിവർ ഇത്തവണ മാന്യന്മാരാകേണ്ടതാണ്. പ്രദേശ് ടീമിന്റെ കോച്ച് DYSP നോബിൾ ജേക്കബ് ഇതാ എത്തി. ഇത് ഞങ്ങളുടെ കോച്ച്. ഓ, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലോ. സോറി. ചേട്ടാ ഒന്ന് എണീറ്റ് ചന്തി ഒന്ന് മാറ്റിക്കേ. ഹലോ, എന്ത് നടക്കും? ഒന്നും പറയാൻ പറ്റില്ല. യുവമാരും കിടിലം പിള്ളേരാ. കളിച്ച് ഫൈനലെത്തുന്ന പേടി. പരമാവധി അവര് സെമിയിലെത്താതെ നീ നോക്ക്. അഥവാ അവര് ഫൈനലിൽ എത്തിയാൽ നീ നാട് വിട്ടോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ആ ചേട്ടാ നമ്മള് കപ്പടിക്കൂലേ? ഓപ്പടിക്കും. ഫൈനലെത്തി കിട്ടിയാ പിന്നെ ഞാൻ നോക്കിക്കോളാം. അതിനുള്ള നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന കളി ഇതാ തുടങ്ങാൻ പോവുകയാണ്. സ്കോർ 0-0-0-0-0. മത്സരം ആരംഭിക്കുകയാണ്. ആദ്യ സർ ഗ്യാങ്സ് അള്ളിമൂല. ഗെയിം ഓവർ. ആദ്യ സെറ്റ് ഗ്യാങ്സ് അള്ളിമൂല നേടിയിരിക്കുന്നു. എടാ, കുറച്ചുകൂടെ ഒന്നാക്കൊണ്ട് മാറിപ്പോയി. അങ്ങനെ ഒന്നാമത്തെ കളി ജയിച്ചുകൊണ്ട് ഗ്യാങ്സ് അള്ളിമൂല അവരുടെ ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ടൂർണമെന്റിന്റെ രണ്ടാം ദിവസമായി ഇന്ന് പ്രദേശ് അള്ളിമൂല യുവതാര മുല്ലക്കൊടിയുമായി ഏറ്റുമുട്ടുന്നു. എന്തൊരു സൈസിലടാ. ഒരു കുട്ടന്മാരെ പോലെ ഉണ്ട്. ഇവന്മാരൊക്കെ ആരടാ തീറ്റിപ്പോറ്റുന്നത്? അവന്റെയൊക്കെ തന്തയും തള്ളി അല്ലാതെ എനിക്കുണ്ടൊരു തന്ത. ദേ നോക്കിയേ, തമാശ പറഞ്ഞ് കിണിക്കുന്നു. പിടിച്ചോ. ആ വെളുത്ത് തുടങ്ങാണിച്ചിരിക്കുന്നില്ലേ, ബോംബെലെ തെങ്ങേറ്റക്കാരനാ. ഇതാ ഇരുട്ട് കയറി പൊട്ടിച്ചോ.
അല്ല നിനക്ക് വെറുതെ ഒരു കോമ്പറ്റീഷൻ ആവേണ്ടത് കരുതി പറഞ്ഞാണ്. ചെല്ലു. പ്രശ്നമാവോ? പ്രതികരിച്ചില്ലെങ്കിൽ പ്രശ്നം. ആണോ? നീ എന്തിനു പേടിക്കണത്? ഗ്യാങ് സള്ളിമൂലകൾക്ക് നീ പേടിക്കേണ്ട കാര്യമുണ്ട്. ചെല്ലു. ചെല്ലു ചെല്ലു. ഒന്നാം സെമി ഫൈനൽ മത്സരത്തിൽ ഇന്നിവിടെ മാറ്റുരയ്ക്കുന്നത് പ്രദേശ് അള്ളിമൂലയും ഫൈറ്റേഴ്സ് വിളക്കന്നൂരുമാണ്. നിങ്ങൾ എന്താ നേരത്തെ വരാണ്ടിരുന്ന? എവിടെ? എടാ പോലീസുകാരനെ പിടിച്ചിട്ടുണ്ടോ? ഞാൻ 2 ജാമ്യക്കാരോട് വരാൻ പറഞ്ഞു ഇങ്ങനെ കാണിച്ചാ. അയ്യോ എന്നിട്ട് എന്താ വരാഞ്ഞത്? അയ്യോ നീ ഇത് വിക്ടറി ചിഹ്നം കാണിച്ചായിരുന്നില്ലേ? പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചു. അതല്ലേ അയാള് തെങ്ങേറ്റക്കാരനല്ലടാ, അയാള് വലിയ പോലീസുകാരനാ. ആ നല്ല ഇടിച്ചിടാ, ഇടിച്ച് പഞ്ചറാക്കി. ഒരാവശ്യം ഉണ്ടായില്ല. അയ്യോ ഇതാ ഫൈറ്റേഴ്സിനെ മലർത്തിയടിച്ച് പ്രദേശ് അള്ളിമൂല ഫൈനലിൽ എത്തിയിരിക്കുന്നു. വാശിയേറിയ 2ാം സെമി ഫൈനൽ മത്സരത്തിൽ ഗ്യാങ് സള്ളിമൂലയുടെ ചുണക്കുട്ടന്മാർ വോളി ക്ലബ് ആശാൻ കവലയുമായി ഏറ്റുമുട്ടുന്നു. കൊച്ചി ടയർഡായി കുറച്ച് കടല കഴിക്കുന്നു. അല്ല വേണ്ട അല്ലേ? സുഹൃത്തുക്കളെ, അങ്ങനെ അള്ളിമൂലയുടെ 2 ടീമുകളും ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഒന്നും പേടിക്കണ്ട കരളെ, നാളത്തെ കളി കൂടി ജയിച്ചാ നമ്മളും. അതെ അതെ, ഇപ്പൊ നമുക്ക് തെറിക്കാം. നാളെ രാവിലെ നേരത്തെ ഇറങ്ങണം. പടക്കത്തിനായിരുന്നു നീ ഏറ്റണം. പിന്നെ 10 മണിക്ക് എത്തും. എടാ അതെ എടാ പോലെ ഞാൻ വരുന്നു. അതെ യവന്മാർക്കറിയോ നമ്മുടെ ഐഡിയ എന്ത്? എടാ മറ്റേ ലില്ലി കുട്ടിയുടെ കല്യാണം നാളെ നമ്മുടെ കളി തോറ്റു കൊടുക്കുന്ന കാര്യം ഇല്ല പറയണ്ട. നീയും കളിക്കാരും കൂടി പ്ലാൻ ചെയ്താൽ മതി. വേഗം വീട്ടിലേക്ക് വന്നേക്കണം. ഞാൻ 2 കിലോ ചിക്കൻ വാങ്ങി കൊടുത്തേക്ക. ചിക്കൻ കറിയൊക്കെ കൂട്ടി ഉണ്ടേ പിള്ളേരെ 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 നാളെ ചിക്കൻ ചിക്കൻ. അയ്യോ പോസ്കോയ്ക്ക് പറ്റിയ പറ്റേ ഈ കാശ് കൊടുത്ത് കഴിക്കുന്ന പട്ടിയെ വാങ്ങി പട്ടി. ഇവന്മാരൊക്കെ ചത്തോ? വാല് തുറക്കടാ. നിന്റെയൊക്കെ കോച്ചാടാ പറയുന്നത്. വാല് തുറക്കടാ. മണ്ടമ്മ. ഹലോ സൈമണേ, അവന്മാരുടെ ടീമിനെ ഇനി തപ്പണ്ട. അവന്മാരെ ഞാനിങ്ങ് പൊക്കി. അവന്മാരെ ഞാനിങ്ങ് പൊക്കീന്ന്. എവിടെയാണെന്ന് നീ അറിയണ്ട. നാളെ അവന്മാരെന്തായാലും കോർട്ടിലുണ്ടാവില്ല. എടാ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. വെളുപ്പിനെ കിട്ടുന്ന വണ്ടിക്ക് വിട്ടോ. നീ എന്റെ ആളാണെന്ന് അറിഞ്ഞാലേ അവന്മാർ നിന്നെ വെച്ചേക്കില്ല. നാളെ ഒരു ദിവസം നിങ്ങൾ എന്റെ ഗസ്റ്റുകളായിട്ട് കഴിഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. അവന്മാര് തരുന്നതിലും എത്ര ഇരട്ടി കാശ് വേണമെന്ന് യുക്തി പോലെ ആലോചിച്ച് വാങ്ങിച്ചോ. മറ്റന്നാൾ ഒരു പോറൽ പോലും ഇല്ലാണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിലുണ്ടാവും. ഞാൻ എത്തിക്കും. ഓക്കെ? ഓ സമാധാനമായി. നീ ഇതെന്നാ കാണിച്ചു വിട്ടെന്ന് ഓർത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കായിരുന്നു ഞാൻ. പെട്ടെന്നോ കാണാം. കുഞ്ഞമ്മ, നമ്മുടെ ബോസ്കോ പണി പറ്റിച്ചു. അവരുടെ ടീമിനെ മുക്കി. നീ പേടിക്കണ്ടേ മോളെ. നിന്റെ എക്സാമാരെ നിനക്ക് ഒരു ആപത്തും വരുത്തുകയല്ല. ഹലോ ജിമ്മി, ചേട്ടൻ ചതിച്ചു.
നീ പോയില്ലേ? ബോസ്കോ ചേട്ടത്തരം കാണിക്കരുത്. എന്തിനൊരു നേര് നിറയൊക്കെ വേണം. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ജയിക്കാൻ വേണ്ടി ഒരു കളി, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കണ്ടാ മതി. ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് ഒരു ടീമിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ടീമിനെ വിട്ടുകൊടുക്കണം. അവരെ തോൽപ്പിക്കാനാ നിന്നെ നിർത്തിയത്. നിനക്ക് കഴിവില്ലാത്തോണ്ട് എനിക്കിത് ചെയ്യേണ്ടി വന്നു. ബോസ്കോ, നാളെ കോർട്ടിൽ നമുക്ക് എന്ത് തന്ത്രം വേണേലും കാണിക്കാം. പക്ഷെ ജയിക്കുന്നത് കളിച്ചിട്ടായിരിക്കണം. എന്റെ പെങ്ങളെ വെച്ച് എനിക്ക് റിസ്ക് എടുക്കാനാവില്ല. ദാ കുറച്ചുകൂടി കാശെന്താ. പിന്നെ ഈ ഭാഗത്തിന് കണ്ടേക്കരുത്. കൂടുതൽ നിന്നാൽ നിന്റെ ചതി എനിക്ക് വിളിച്ചു പറയേണ്ടി വരും. പട്ടിനെ ഒരു അപരിചിതൻ. എന്നെ കൊല്ലുന്നേ. വാതിൽ തുറക്കടാ. ഞാൻ ഉണ്ടാവും അവരുടെ കൂടെ നാളെ കോർട്ടില്. അല്ല ഈ ബോസ്കോ ഒരു ബോസ്കോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചതിക്കുമായിരുന്നല്ലോടോ. ജിമ്മി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ ഒരു നാടിന്റെ ഉത്സവമാണ് ചറ്റ നീ കെടുത്തിയത്. ബെറ്റ് വെച്ചവരും ജയിക്കാൻ പ്രാർത്ഥിച്ചവര്, അങ്ങനെ 100 കണക്കിന് പേരുടെ പ്രയത്നം. നീ പോ, കിട്ടിയ നക്കാപ്പിച്ച വാങ്ങിച്ച് നീ പോയിക്കോ. പിന്നെ നാളെ ഇവിടെ കണ്ടുപോകരുത്. വലിച്ച് കീറും എന്റെ കൂട്ടുകാർ നിന്നെ.